സൂപ്പർ പ്രൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ടി ജി മോഹൻദാസിന്റെ വെല്ലുവിളി കണ്ടില്ലേ? എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്? ഒരു FB പോസ്റ്റിൽ കഴിയുന്നതായിരിക്കുമോ നടപടി? അങ്ങനെയെങ്കിൽ അതുവഴി നിങ്ങൾ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്നു, പിന്നെ നിങ്ങൾ പിൻവാങ്ങുകൂടെ ചെയ്യുകയാണെങ്കിൽ എതിർവികാരം ശക്തമായിരിക്കും. അത് അവർക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ കൂടുതൽ സംഘടിത സ്വഭാവത്തോടെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴിയൊരുക്കലുമാകും. അപ്പോൾ വിപരീത ഫലമാണോ ഇത് ചെയ്യുക? ഇല്ല വേണു, ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ വർഗീയവൽക്കരിക്കാനും വർഗീയത അടിസ്ഥാനത്തിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ തലമുറയിൽ കായിക ബലമാണ് ഏറ്റവും പ്രധാന. എനിക്ക് നേരിട്ടുള്ള ചോദ്യം, നാളെയും ശാഖകൾ നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇവരിപ്പോ BJP-ക്കാർ നിരന്തരം ചോദിക്കുന്നുള്ളൂ എവിടെ നടക്കുന്നു എന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് കവിയൂർ മഹാദേവ ക്ഷേത്രം ശാഖകൾ നടത്തുന്നത് തൊട്ടു പുറവില് പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, പിന്നെ ശിവനും പാർവതിയും കൂടെ പിന്നെ വനത്തിൽ വെച്ച് സമാഹിച്ചു. ശരി, അങ്ങനെയെങ്കിൽ ഈ ക്ഷേത്രാങ്കണങ്ങളിലെല്ലാം നാളെയും കൂടുതൽ ഊറ്റത്തോടെ ശ്രീ ടി ജി മോഹൻദാസ് ചൂണ്ടിക്കാട്ടുന്ന പോലെ ഊറ്റത്തോടെ ഉള്ള 1 മണിക്കൂർ ശാഖ പരിശീലനം നടക്കും. എന്ത് ചെയ്യും നിങ്ങൾ? അല്ല, ക്ഷേത്രങ്ങളിലെ ശാഖാപരിശീലനം ഒരു കാരണവശാലും അനുവദിക്കില്ല. അത് ദേവസ്വം ബോർഡിൻ്റെയും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ദൈവവിശ്വാസികൾക്ക് ജാതി വ്യത്യാസമില്ലാതെ, നാളെ എന്ത് ചെയ്യും? പുരുഷ വ്യത്യാസമില്ലാതെ നാളത്തെ ഒരു കേന്ദ്രത്തിൽ എന്ത് ചെയ്യും ഈ സർക്കാർ? അത് ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ. ഈ കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു ആക്ഷൻ പ്ലാനും ഇല്ല, പക്ഷെ പരമാവധി പ്രകോപിപ്പിച്ച് വിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആപത്തായിരിക്കുമോ? അല്ല, ഇത് ആപത്ത് എന്താ പറയുക, ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്നലെ സുധാകരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇന്നിപ്പോൾ കടക്കാമ്പൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ വെറുതെ അടിച്ചിട്ട് കാര്യമില്ല, ഒരു ആക്ഷൻ പ്ലാൻ വേണം. അല്ലേ? മറ്റേത് ഈ പ്രകോപനമായിട്ട് തന്നെ ഇരിക്കും. കാരണം RSSകാർ ഒട്ടും മോശമല്ല. അവർ 10-90 കൊല്ലമായിട്ട് ഇതിനു വേണ്ടി മെനക്കെട്ട് ഇപ്പം ബുദ്ധിമുട്ടിയിട്ട് ഇപ്പോൾ ഒരു സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ആക്ഷൻ പ്ലാൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്കൂളിലും കോളേജിലും നമ്മൾ അനുവദിക്കാൻ പാടില്ല മതസാമുദായിക സംഘടനകളുടെ പ്രവർത്തനം സമ്മതിക്കരുത്. അതൊരു പോയിന്റാണ്. അതേമാതിരി ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാരണം ഇതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ്. ഒരു അഭ്യർത്ഥന അങ്ങോട്ട് നടത്തിക്കോട്ടെ. അങ്ങ് വളരെ സാഹസികമായി അങ്ങയുടെ സമുദായവുമായി ബന്ധപ്പെട്ട പല പിന്നോക്ക നിലപാടുകളെയും ശക്തമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവുണ്ടല്ലോ ഈ ക്ഷേത്രങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്ന്. ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തുകൂടെ? കൊടുക്കാമല്ലോ, അതിനെന്താ? കാരണം അല്ല, എനിക്കുള്ള ഒരു പേടി എന്താ വെച്ചാൽ ഇത് കണ്ടുകൊണ്ട് ഇനി മുസ്ലിം രാജ്മോഹൻ ഒരു കാര്യം ചെയ്യട്ടെ, നാളെ ഇത് തന്നെ മുസ്ലിം പള്ളികളിൽ SDPI ഒക്കെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും? ഇത് അനുവദിക്കാൻ 2 മിനിറ്റ് ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കുമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ഉത്തരവിട്ടില്ലേ മാലിന്യങ്ങൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്ന്. ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഗവൺമെൻറ് അങ്ങോട്ട് അയച്ചല്ലോ, ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാനിവിടെ പറഞ്ഞത് ഇത്രയും കാലം RSSന് ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലായിരുന്നു. അവർ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു, മനസ്സിലായില്ലയോ? ഇപ്പോൾ പഴയ കാലത്ത് ജനസംഘം വരുമ്പോഴും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വന്നു, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. കേരളത്തിൽ അവർക്കൊരു MLA കിട്ടിയിരിക്കുന്നു. നാളെ കേരള ഭരണം പിടിച്ചെടുക്കുന്നതിനേക്കുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലി, ഇപ്പം അരവും കൂടെ കയറുന്ന കിന്നരം എന്ന് പറയുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടി ആയുധ പരിശീലനം നടത്തി, ബോംബ് നിർമ്മാണം നടത്തി. ഇനി അവരെ നേരിടാൻ പറ്റത്തില്ല. അവരും ഫീൽഡിലായി, അവരും രാഷ്ട്രീയമായി ഫീൽഡിലായി. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ വെല്ലുവിളിയായി ഇവർ മാറി. ഇവർ ഞാൻ ചോദിക്കട്ടെ, അമ്പലത്തിലും സ്കൂളുകളിലുമല്ലേ നിരോധിക്കാൻ പറ്റൂ? ഇവിടെ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മൂക്കിന് താഴെയല്ലേ ഈ പറയപ്പെടുന്ന ക്ഷേത്രം. അവിടെ സ്കൂളുമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടുപുറത്ത് വേട്ടയ്ക്കൊരു മകൻ്റെ ക്ഷേത്രത്തിൽ ഞാൻ അമ്പലത്തിൽ തൊഴാൻ ഒറ്റ എൻ്റെ ഭയം ഞാൻ പറഞ്ഞുതരാം. എനിക്കുള്ള ഭയം ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം കമ്മ്യൂണിറ്റിയും വളരെ ഓർത്തഡോക്സും ഫണ്ടമെന്റലിസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്ല, അപ്പൊ ഇത് ചാടിക്കേറിയിട്ട് ഇനി അവരിത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ CPM-നെക്കാട്ടും ഭീകരമായിരിക്കും. ഇതൊന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ട കാര്യമില്ല. ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലീസ് അവരുടെ കയ്യിലാണ്, ദേവസ്വം അവരുടെ കയ്യിലാണ്, അവർക്ക് ചെയ്യാം. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുക വഴി ഉണ്ടായ ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ തോതിലുള്ള ചർച്ചയായി. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിന്റെ താല്പര്യത്താലാണ് എന്നൊരു ഭാഗം അതുകൊണ്ട് വരില്ല. ഞാൻ ഇടപെടുകയാണ്. ഒരു കേന്ദ്രവുമുണ്ടല്ലോ, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടല്ലോ. ശരിയാണ്. ഇങ്ങനെയുള്ള കാതലായ ചോദ്യങ്ങളാണ്
ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സർക്കാരിന് തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? കടകംപള്ളി ഫേസ്ബുക്ക് ഇട്ടതിലൂടെ അദ്ദേഹത്തിൻ്റെ ഫേസ് നഷ്ടമായോ ഇല്ലയോ എന്ന് നാളെ മുതൽ തുടങ്ങുന്ന ശാഖായോഗങ്ങൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.